ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലോലിപോപ്പ് ആണ്. അതുപോലെ തന്നെ ഡ്രംസ് ഓഫ് ഹെവൻ എന്നും ഇതിനെ പറയാറുണ്ട്. എങ്ങനെയാണ് ചിക്കൻ ലോലിപോപ്പ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കാം. ചിക്കൻ ലോലിപോപ്പ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ വിംഗ്ലെറ്റ്സ് ഒരു 12 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ലോലിപോപ്പ് തയ്യാറാക്കുന്നതിനുള്ള ഈ ചിക്കൻ വിംഗ്ലെറ്റ്സ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. ഞാനിതിവിടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വിംഗ്ലെറ്റ്സ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, 1.5 ടീസ്പൂണോളം വിനെഗർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇതിൽ മുക്കിയെടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോരോ വിംഗ്ലെറ്റ്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ പോയിട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ള വിംഗ്ലെറ്റ്സുകളും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ schezwan സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 1 മിനിറ്റ്, ഓരോ സോസ് ചേർത്തിട്ട് ഓരോ മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് 1-2 മിനിറ്റ് നേരം നമ്മൾ വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു 3/4 ടീസ്പൂണോളം കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നമ്മളിത് വഴറ്റിയെടുക്കുക. ഒരു നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടും നമുക്ക്. ഇനി ഇതിലേക്കാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ വിംഗ്ലെറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച്
സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് അല്ലെങ്കിൽ ഡ്രംസ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ലോലിപോപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഡ്രംസ് ഓഫ് ഹെവൻ അല്ലെങ്കിൽ ചിക്കൻ ലോലിപോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ പറയുന്ന സോസുകളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.